Debate with Dr. Arun Kumar. ഇന്നത്തെ വാർത്താദിനം ചർച്ചയായ വിഷയം കഴിഞ്ഞ 2 ദിവസങ്ങളായി പൊതുസമൂഹത്തിൽ റിപ്പോർട്ടർ TV പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയായിരുന്നു. പൊതുവിദ്യാഭ്യാസത്തിന്റെ വിശ്വാസ്യതയെ പാടെ തകർക്കുന്ന ചോദ്യപേപ്പർ ചോർച്ച ആവർത്തിക്കുകയാണ്. ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും ഓണ ക്രിസ്തുമസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസുകൾ സംഘടിതമായി ചോർത്തി ഓൺലൈൻ ട്യൂഷൻ സെന്ററുകളുടെയും വെബ്സൈറ്റുകളിലും യൂട്യൂബുകളിലും പ്രസിദ്ധീകരിച്ച് കുട്ടികളെ പിടിക്കുന്നതാണ് പുതിയ രീതി. 3 തവണയും ചോർന്നത് കൊടുവള്ളി ആസ്ഥാനമായുള്ള MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ്. കഴിഞ്ഞ തവണത്തെ ക്രിസ്തുമസ് പരീക്ഷയുടേത്, ഓണപരീക്ഷയുടേത്, ഇക്കുറി വീണ്ടും ക്രിസ്തുമസ് പരീക്ഷയുടേത്. പല കുറി ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് അനങ്ങാതിരിക്കുന്നത്? പല മുൻ അധ്യാപകരും പരിശീലകരും സംശയത്തിന്റെ നിഴലിലുമാണ്. തുടർച്ചയായി ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടും വിദ്യാഭ്യാസ വകുപ്പിൻ്റേത് അനങ്ങാപ്പാറ നയമാണോ? ചോർത്തിയവരെ സംരക്ഷിക്കുകയാണോ? ചോർത്തിയത് ആരാണ്? ിലേക്കും പോകുന്നതിന് മുമ്പ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ക്രിസ്തുമസിന്, ഇക്കുറി ഓണപരീക്ഷയ്ക്ക്, ഇത്തവണ വീണ്ടും ക്രിസ്മസ് പരീക്ഷയുടെ ഇംഗ്ലീഷ് പേപ്പറിൽ വകുപ്പ് തല അന്വേഷണത്തിനും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോടൊപ്പം നിർദ്ദേശമുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സമിതിയായിരിക്കും അന്വേഷിക്കുക. വിവാദം റിപ്പോർട്ടർ TV പുറത്തെത്തിച്ച് 5-ാമത്തെ ദിവസമാണ് നടപടിയിലേക്ക് കടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അച്ചടിയിലും വിതരണത്തിലും വീഴ്ചയുണ്ടായോ എന്നതിലാണ് പ്രധാനമായിട്ടും പരിശോധന. ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ പുറത്തു പോവുക? അത് അന്വേഷിക്കണം. 1 മാസത്തിനകം മന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് DGPയെ കണ്ട് സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. ചോദ്യപേപ്പർ ചോരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നു. ചോദ്യപേപ്പർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കാണ്. എന്നാൽ ആ അധ്യാപകരിൽ പലരും മുൻപേ ഉണ്ടായിരുന്ന അധ്യാപകരുടെ ശിഷ്യന്മാരാണ്. അവർ പലപ്പോഴും ഈ ചോദ്യങ്ങൾ കൈമാറുന്നു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ സ്കൂൾ അധ്യാപകരെ പഠിപ്പിക്കുന്നതും പരിശോധിക്കുക കൂടി ചെയ്യും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നു. യൂട്യൂബ് ചാനലായ MS സൊല്യൂഷൻസിന് സകല സീമകളും ലംഘിച്ചു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞത്. അവരുടെ ലാഭത്തിന് വേണ്ടിയാണ് അവരത് ചെയ്തത്. അത് പർവ്വതീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. കേവലം ഈ പ്രസ്താവനയിൽ ഒതുക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ചോർത്തിയത് ആരാണ്? ചോദ്യപേപ്പറിലെ ചില ഭാഗങ്ങൾ യൂട്യൂബ് ചാനൽ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇന്ന് ചേർന്നിരുന്നു. പ്രസ്തുത വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് 3:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി അരമണിക്കൂർ നേരം ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു. വളരെ കർശനമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6-അംഗ സമിതിയെ അന്വേഷണ കമ്മീഷനായി രൂപീകരിച്ചു. 1 മാസത്തിനകം അവർ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കും. നമുക്കൊപ്പം അതിഥികളായി ചർച്ചയ്ക്ക് ചേരുന്നത് K. ബദറുന്നീസ, KSDA സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഒപ്പം CK നജാഫും നമുക്കൊപ്പം ചേരുന്നു. 2 അതിഥികൾക്കും സ്വാഗതം. ആദ്യം ഞാൻ ടീച്ചറിലേക്കാണ് പോകുന്നത്. K. ബദറുന്നീസ ടീച്ചർ. ബദറുന്നീസ, വെരി ഗുഡ് ഈവനിങ്. വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞ 3 തവണ ചോദ്യപേപ്പർ ചോർന്നു. ആ ചോദ്യപേപ്പർ ചോർന്ന വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞു. ഇക്കുറി അതിൻ്റെ ഗൗരവം കൂടുതലാണ്. ഞങ്ങളടക്കം റിപ്പോർട്ടർ TVയാണ് ആ വാർത്ത ആദ്യം പുറം ലോകത്തെത്തിച്ചതും. എൻ്റെ ഒരു സംശയം, അധ്യാപകർ ഡയറ്റിലും BRCയിലും ഒക്കെയായി തയ്യാറാക്കുന്ന ഈ ചോദ്യപേപ്പർ അധ്യാപകരറിയാതെ ചോരില്ലല്ലോ. അധ്യാപകരിൽ നിന്ന് തന്നെയാണോ ഇത് ചോരുന്നത്? എന്താണ് നിങ്ങളുടെ സംഘടനയുടെ ഒരു കണ്ടെത്തൽ ടീച്ചർ? സംഘടന വിദ്യാഭ്യാസ മേഖലയിൽ നന്നായി ഇടപെട്ട് വിദ്യാഭ്യാസ പ്രക്രിയയിലൊക്കെ ഫലപ്രദമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിലെല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായും ശാസ്ത്രീയമായും നടക്കണമെന്ന് ആത്മാർത്ഥമായ സമീപനം സ്വീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന എല്ലാ ഇടപെടലുകൾക്കും പിന്തുണ നൽകി തനതായ അക്കാദമിക പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് വിദ്യാഭ്യാസത്തെ ചിട്ടപ്പെടുത്തി പൊതുവിദ്യാഭ്യാസത്തെ ഗുണമേന്മയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സംഘടന ഈ വിദ്യാഭ്യാസ മേഖലയിലുണ്ടാകുന്ന എല്ലാ മുന്നേറ്റങ്ങൾക്കും പിന്തുണ കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിലെന്തെങ്കിലും വിഷയങ്ങൾ
ഇതുപോലുള്ള വിഷയങ്ങൾ വന്നുപെട്ടാൽ അതിനെ ഗൗരവത്തിൽ കാണണമെന്ന സമീപനമെടുക്കുന്നവരും അതോടൊപ്പം തന്നെ കുറ്റക്കാരെ കൃത്യമായി ശിക്ഷിക്കാനും അവരെ കണ്ടെത്താനും ശിക്ഷിക്കാനും കഴിയണമെന്ന നിലപാടുള്ളവരാണ്. ഈ വിഷയം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത് ഈ ചോർത്തിയവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട്. അധ്യാപക സംഘടനകളുടെ വിവിധ പരിപാടികൾക്ക് സ്പോൺസർഷിപ്പ് നൽകുന്നതാണ് ഈ MS സൊല്യൂഷൻസ് പോലെയുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ ആ സ്ഥാപനവും ചില ഈ അധ്യാപക സംഘടനയിൽ തന്നെ പെട്ടിരിക്കുന്നവർക്കും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ടീച്ചർ? വ്യാപകമായ ഒരു ചോർച്ച എന്ന രൂപത്തിൽ നടന്നു എന്ന് തോന്നുന്നില്ല. പക്ഷേ 1-2 വിഷയങ്ങൾ ചോർന്നിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ ലോബി പതിഞ്ഞിരിക്കുന്നുണ്ട് നമുക്കറിയാം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തി അതിനെ ശക്തിപ്പെടുത്തി യജ്ഞമൊക്കെ പ്രഖ്യാപിച്ച് ഗംഭീരമായി ഈ മേഖല കൊണ്ടുപോകുമ്പോൾ പല ആളുകൾക്കും പത്തി താഴ്ത്തിയിരിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെട്ടപ്പോൾ. അങ്ങനെ മെച്ചപ്പെടുമ്പോൾ തന്നെ ഇതിനായിട്ടൊരു ബിസിനസ്സായി കാണുന്ന ആളുകളും ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസം എന്നത് സെൻസിറ്റീവ് വിഷയമാണ്. എല്ലാവരും ഇതുമായി ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അത് ശരിയായും ശാസ്ത്രീയമായും കൃത്യമായും നടക്കണമെന്ന പൊതുബോധം ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇത് നടക്കുന്ന ഒരു സംസ്ഥാനം ആയതുകൊണ്ടാണ് ഇത്തരം ചെറിയ വിഷയങ്ങളെ നമ്മൾ സ്വാഭാവികമായും നമുക്കൊപ്പമുണ്ട്. MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ശ്രീ നജാഫ്. ഇപ്പോൾ ടീച്ചർ പറയുന്നത് ഒരു ചെറിയ വിഷയമാണ്, ഇതിനെ പർവ്വതീകരിക്കേണ്ടതില്ല, ഇതിനെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്യേണ്ടതില്ല എന്നാണ്. അങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ക്രിസ്മസ് കഴിഞ്ഞ തവണത്തെ പരീക്ഷയിലും ചോദ്യപേപ്പർ ചോർന്നു, ഇക്കുറി ഓണപ്പരീക്ഷയ്ക്ക് ചോർന്നു, കഴിഞ്ഞ തവണ മാത്സ് ആണെങ്കിൽ ഇത്തവണ ഇംഗ്ലീഷ് പരീക്ഷയും ചോരുന്നു. അപ്പോൾ വ്യാപകമായ ചോർച്ചയുണ്ടെന്നുള്ളതാണോ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്? അതല്ല ടീച്ചർ പറയുന്നത് പോലെ ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് എന്നാണോ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. യഥാർത്ഥത്തിൽ ഇത് 3 തവണ മാത്രമല്ല അരുൺ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഭരിച്ചപ്പോഴും ഇതേ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിരുന്നു. ആ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് പറയാതെ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അന്നും പ്രഖ്യാപിച്ചിരുന്നു. അന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് ഇത് അന്ന് പറഞ്ഞത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും എന്നായിരുന്നു. ഒന്നും പുറത്തു വന്നില്ല. ഇനി ഇതിൽ ആത്മാർത്ഥമായ ഒരു സമീപനം വിദ്യാഭ്യാസ വകുപ്പിനോ ഈ സർക്കാരിനോ ഉണ്ടായിരുന്നെങ്കിൽ തുടർച്ചയായി, അതും നമ്മളിപ്പോൾ പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ മാത്രമെന്നാണ്, ആ യൂട്യൂബ് ചാനൽ നിരന്തരമായി 3 തവണയായി ഒരുപോലെ അവർക്ക് ഈ ഏതൊക്കെ ചോദ്യപേപ്പറാണെന്ന് ആദ്യമേ ലഭ്യമാവുന്ന സാഹചര്യം ഉണ്ടാവുക എന്നത് അസാധാരണമായ സാഹചര്യം എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്. ഞാൻ പറയട്ടെ, ഇതിൻ്റെ തുടക്കത്തിലുണ്ടായ ആരോപണം ഉണ്ടായപ്പോൾ അത് കൃത്യമായി AO അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുകയും ആ സർക്കാർ ആ റിപ്പോർട്ടിനെ തള്ളിക്കളയുകയും ചെയ്തുകൊണ്ടാണല്ലോ നമ്മളിത് ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പം നേരത്തെ ഇവിടെ സംസാരിച്ച ടീച്ചർ പറഞ്ഞതിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞാൽ ഇവരിതിന് സീരിയസ് അല്ല. ഇപ്പോൾ എക്സാമിനേഷൻ ക്വാർട്ടേർലി ആണോ ഹാഫ് ഏർലി ആണോ ഇയർലി ആണോ എന്നതിന് പ്രസക്തിയില്ലല്ലോ. എന്തെന്നാൽ നമ്മുടെ എക്സാമിനേഷൻ്റെ പ്രക്രിയയിൽ തന്നെ മാറ്റങ്ങൾ വരുന്ന ഒരു കാലമാണ്. അതിൻ്റെ ചർച്ചകൾ വേറെയാണെങ്കിൽ പോലും എല്ലാ എക്സാമിനേഷനും അതിന്റെ ഗൗരവത്തിൽ കാണുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ വകുപ്പും അധ്യാപക സംഘടനകളും അതിന്റെ ഗൗരവം കാണുന്നില്ലെങ്കിലും ഒരു സംശയം, ഇതൊരു ക്വാർട്ടർലി പരീക്ഷയാണ്, ഇതൊരു ഹാഫ് ഇയർലി പരീക്ഷയാണ് എന്ന ഒരു ലാഘവത്വം അധികൃതർ ഇതിന് നൽകുന്നുണ്ടോ? കാരണം SSLC പരീക്ഷയുടെയോ മറ്റേതെങ്കിലും പൊതുപരീക്ഷയുടെയോ ചോദ്യപേപ്പർ ഇങ്ങനെ ചോരുന്നില്ല. ചോർന്നല്ലോ. ഇപ്പോൾ ഈ സർക്കാരിന് മുമ്പുള്ള സർക്കാർ ഉണ്ടായപ്പോൾ ചോർന്നു, അതിൻ്റെ അന്വേഷണം പുറത്തു വന്നില്ല. ഞാൻ പറയാൻ കാരണം, അത് ചേർത്ത് വെച്ച് പറയാൻ കാരണം, ഇതിൻ്റെ സീരിയസ് സെൻസ് ഇപ്പോഴും ഇവർ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്. ഇത് പറഞ്ഞില്ലേ ക്വാർട്ടേർലി ഹാഫ് ഏർലി ഇയർലി, അങ്ങനെയൊരു സിസ്റ്റം നമുക്കിവിടെ പറയാൻ കഴിയില്ല. എന്തെന്നാൽ ആ സീരിയസ് സെൻസ് അങ്ങനെയല്ല ഇപ്പോൾ അളക്കുന്നത്. ഒരു എക്സാമിനേഷന് അവരുടെ പ്രാഥമികമായി അവരുടെ അറിവിൽ നിന്നും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പ്രോബ്ലം സൊല്യൂഷൻസ്, അവർക്ക് സാധ്യമാവുന്ന വിദ്യാഭ്യാസപരമായ സാധ്യതകൾ തുറക്കുന്ന അത്തരം കാഴ്ചപ്പാടിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള വഴിയായി എക്സാമിനെ കാണുകയാണ്. ആ എക്സാമിനെ ആ ഗൗരവത്തിൽ കാണാതെ ഇത് പേപ്പറിൽ വരില്ലല്ലോ, ഇത് സർട്ടിഫിക്കറ്റ് പുറലോകത്ത് വരുന്നതല്ലല്ലോ എന്നതല്ലല്ലോ വാദം. എല്ലാ എക്സാമും അതിൻ്റെ ഗൗരവത്തിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന എക്സാമിനേഷനാണ്. അവർക്കത് ഗൗരവമുള്ളതാണ്. അവർ വളരെ സീരിയസ് ആയി പഠിച്ച് എക്സാമിന് പോകുന്നവരാണ്. അപ്പോൾ അതിനെ ഗൗരവത്തിൽ കാണുന്നില്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതി അന്വേഷിക്കുന്നു. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് വരുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത്. ഈ നടപടികളിൽ നിങ്ങൾ തൃപ്തരാണോ? ഒരിക്കലും തൃപ്തരല്ല. യഥാർത്ഥ പ്രശ്നം ഞങ്ങൾ ഇതിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. ഇതിലുണ്ടായിരിക്കുന്ന ബ്രീച്ച് ഓഫ് ട്രസ്റ്റും
ക്രിമിനൽ കോൺസ്പിറസിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കപ്പെടണം. അതിന് ഞാൻ സംശയം ഇപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന അധ്യാപകരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചർച്ച പോവുകയാണ്. ഞാനിപ്പോഴും സംശയിക്കുന്നത് അങ്ങനെ മാത്രമല്ല. നിങ്ങൾ നോക്ക്, വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും നിരന്തരമായി നമ്മുടെ സ്വകാര്യ സ്ഥാപനങ്ങളുമായി പലതരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ, സ്പോൺസർഷിപ്പുകൾ വാങ്ങുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. അങ്ങനെ ഒരു സർക്കാർ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സർക്കാരിന് അവരുടെ എല്ലാ ഡീലിലും പരസ്പര ധാരണ ഉണ്ടാവുന്ന, ബന്ധങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്കിടയിൽ ഡീലുകൾ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ കാര്യമാണിത്. നിങ്ങൾ നോക്ക്, നമ്മൾ തീരുമാനിച്ച പ്രകാരം ഏൽപ്പിച്ച ആളുകൾ ചോദ്യപേപ്പർ കൃത്യമായി കൊടുക്കുന്നു. അതിലേതാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു ഫൈനൽ സ്റ്റേജ് ഉണ്ട്. അതിന് DTP എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണ്? അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. ആ DTP എടുത്ത് അത് പ്രിൻറ്റിങ്ങിന് കൊടുക്കുന്നതിനിടയിൽ നടത്തുന്ന ഡീലിങ്ങുകൾ കൃത്യമായി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. അതിന് സാധ്യതകൾ ഏറ്റവും പ്രധാനമായൊരു പ്രശ്നവും സ്ഥലവും അവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഒക്കെ പ്രതിയാവും. ഞങ്ങൾ പറയുന്നത് റിപ്പോർട്ടർ TV ഇതിന്റെ 5 ദിവസം ഒരിക്കലും വരാൻ പോകുന്നില്ലല്ലോ. ഇതാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആവർത്തിച്ചു പറയുന്നത്. ഇതിൽ കേവലം അധ്യാപകർ മാത്രമല്ല, ഒരു സിസ്റ്റം തന്നെ ഇൻവോൾവ് ആണ്. സ്വകാര്യ ഈ എൻട്രൻസ് പരിശീലന കോച്ചിങ് സ്ഥാപനങ്ങളെല്ലാം ഈ സർക്കാരിന്റെ വിവിധ പരിപാടികളുടെ സ്പോൺസർമാരാണ്. അങ്ങനെ അതുവഴി ഇതിൽ ചില അധ്യാപകരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ആ അധ്യാപകർ ചോദ്യപേപ്പർ ചോർത്തിക്കൊടുക്കുകയും ചെയ്യുന്നു. അതിന് രാഷ്ട്രീയമായിട്ടുള്ളൊരു പിന്തുണയുണ്ട് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ബദറുന്നീസ ടീച്ചർ മറുപടി പറയും. ബദറുന്നീസ ടീച്ചർ, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ആരോപണം ഈ സംഘടനകളിൽ നിന്ന് സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നതിലൂടെ സർക്കാരിനും ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട് ഈ ചോർച്ചയ്ക്ക് മറുപടി പറയാനെന്നാണ്. കാരണം ഈ MS സൊല്യൂഷൻസും മറ്റു ചില പരിശീലന കേന്ദ്രങ്ങളുടെയും ഒക്കെ സ്പോൺസർഷിപ്പ് ഈ അധ്യാപക സംഘടനകളുടെ ചില പരിപാടികൾക്കും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചില പരിപാടികൾക്കുമൊക്കെ വാങ്ങിയിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അപ്പോൾ ഒരു രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ടോ ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ? ബദറുന്നീസ ടീച്ചർ. അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഇല്ലാത്ത വിഷയങ്ങളെ ഊതിവീർപ്പിച്ച് ഇപ്പോൾ ഉണ്ടായ ചെറിയ വിഷയത്തെ ജാഗ്രതയോടെയും ഗൗരവത്തോടെയും കണ്ട ഗവൺമെൻറ്റിനെ രാഷ്ട്രീയ പ്രേരിതമായി പ്രതികളാക്കുന്ന രൂപത്തിൽ ഇടപെടുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായി പരീക്ഷയും രഹസ്യ സ്വഭാവത്തോടെ സമയബന്ധിതമായി കൃത്യമായി പരീക്ഷ നടത്തുന്ന, കാര്യക്ഷമമായി പരീക്ഷ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗവൺമെന്റും അതിലുണ്ടായ നമുക്ക് മാതൃകയെ അംഗീകരിച്ച് വേണം അതിന്റെ ഡിഫക്റ്റുകളെ നമുക്ക് ചൂണ്ടിക്കാണിത്താനും തിരുത്താനും. മാതൃകയെ അംഗീകരിച്ച് ഡിഫക്റ്റുകളെ കണ്ടെത്താനും തിരുത്താനുമുള്ള ശ്രമമാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ സൈബർ സെല്ല് അത് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് നേരത്തെയും അന്വേഷണം നടത്തി പ്രതികളെ ആരെയും പിടികൂടിയില്ല എന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ആരോപണം. ടീച്ചർ, അതടക്കം തിരുത്തി ആ കാര്യങ്ങളടക്കം പരിശോധിക്കാനാണ്, ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കുന്ന രൂപത്തിൽ ഇത് നടക്കാനാണ് കൃത്യമായ ഒരു പ്രത്യേക യോഗം ചേർന്ന്, ഉന്നതാധികാരി സമിതി യോഗം ചേർന്ന് കൃത്യമായ പ്ലാനിങ് ഇട്ടുള്ളത്. ഇത് തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഏതെങ്കിലും അധ്യാപകർ ഇത് കോച്ചിങ് സെൻ്ററുകളിലുമായും ട്യൂഷൻ സെൻ്ററുകളിലുമായി പോകുന്ന എന്തെങ്കിലും ഇടപാടുകളുണ്ടോ? ആ ഇടപാടുകളടക്കം കണ്ടുപിടിക്കാനാണ്, കണ്ടുപിടിക്കാനും മാതൃകാപരമായി ശിക്ഷിക്കാനും സമയം സ്വകാര്യ കോച്ചിങ് സ്ഥാപനങ്ങളിലുമാണ്. അത് അധ്യാപക സംഘടനയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ടീച്ചർ? അത്തരം ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് നമ്മുടെ മന്ത്രിയോടടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആണെങ്കിൽ നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകുമോ ടീച്ചർ? ഇത് KSTA എന്ന് പറയുന്ന സംഘടനയുടെ ഒരു വിഷയമല്ല. എന്നാൽ അധ്യാപകർ എന്ന നിലയിൽ KSTA-ക്കാരുണ്ടാകാം, പലരും ഉണ്ടാവും. KSTA വലിയ സംഘടനയാണ്, ആരാന്ന് നമുക്ക് തെളിഞ്ഞിട്ടില്ല. ചിലർ ഇന്നലെ പ്രഖ്യാപിക്കുന്നത് കേട്ടു KSTA ആണ്. അങ്ങനെ ഒരു അടിസ്ഥാനമില്ലാതെ ആരോപണം. അഥവാ KSTA ആയാലും മറ്റേത് അധ്യാപക സംഘടനയായാലും ഒരു അധ്യാപകനുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപക സംഘടന, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന, പൊതുവിദ്യാഭ്യാസത്തോട് ആത്മാർത്ഥമായ സമീപനമുള്ള അധ്യാപക സംഘടന എന്ന നിലയിൽ ആരായാലും
മുഖം നോക്കാതെ നടപടിയെടുക്കും. നമ്മളോട് പറയുന്നത് KST എന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. KSTയിലെ ഒരു അധ്യാപകനാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് ടീച്ചർ പറയുന്നത്. ഗൗരവമേറിയ അന്വേഷണത്തിനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ചെറിയ വിഷയത്തെ ഊതിപ്പെരിപ്പിച്ച് സർക്കാരിനെതിരെ രഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണോ നജാഫ് നിങ്ങൾ? ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണമാവില്ല, ഇതിന് തുടർ നടപടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് കാരണം അരുൺ, പ്രധാനമായ പ്രശ്നം ഇത് മൂന്നാമത്തെ ഘട്ടമാണ്. ഈ അടുത്ത ഘട്ടത്തിൽ തന്നെ 3 തവണയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അത് ഒരേ ഓൺലൈൻ ചാനലിലൂടെ ആണ് എന്ന് ജനങ്ങൾ കണ്ടിരിക്കുകയും കുട്ടികൾ സ്കൂളിൽ വന്നിട്ട് മാഷേ, എൻ്റെ ടീച്ചറെ, എനിക്ക് ഈ ഉത്തരങ്ങൾ മാത്രം മതി, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്നാൽ മതി എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ സംവിധാനത്തെ തള്ളിവിട്ടിട്ട് ഇവർ ചെയ്തിരിക്കുന്ന എല്ലാ തെറ്റായ പ്രവണതയും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ പൊതുവിദ്യാഭ്യാസത്തിനെതിരെ സംസാരിക്കുന്നവർ എന്നാണോ പറയേണ്ടത്? അല്ല, ഈ ഭാഗത്ത് മുഴുവൻ പോരായ്മകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. അത് ഈ പൊതുവിദ്യാഭ്യാസം തകർക്കുകയാണ്. അത് ചൂണ്ടിക്കാണിച്ച് ഞങ്ങളിത് തിരുത്തണമെന്ന് പറയുമ്പോൾ, പരാതി കൊടുക്കുമ്പോൾ, എയുടെ റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും സ്വീകരിക്കാതെ വരുന്നു. KSTയുടെ ചുമലിലേക്കാണെങ്കിൽ KSTയുടെ ചുമതലയിലേക്ക് ആർക്ക് ചുമതലയിലേക്കായാലും തെറ്റു ചെയ്യുന്നവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന നടപടികളുണ്ടാവരുത്. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ ഒരു അധ്യാപകനോ ഇപ്പോൾ ഒരു സംഘടനയോ ഇല്ലല്ലോ നജാഫ്. ആരാണെന്ന് അറിയില്ലല്ലോ. അത് കണ്ടെത്തണമെങ്കിൽ അന്വേഷണം നടക്കട്ടെ. ചർച്ചയിൽ പങ്കുചേർന്നതിന്. എന്തായാലും റിപ്പോർട്ടർ TV പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ ഒരു നടപടിയായിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് ഇനി ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. ഒപ്പം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും സമാന്തരമായി നടക്കും. അന്വേഷണത്തിൽ ആരാണ് ഉത്തരവാദികൾ, അവർ പുറത്തു വരട്ടെ. ഇങ്ങനെ വിദ്യാഭ്യാസത്തെ ഒറ്റിക്കൊടുക്കുന്നവരെ ഈ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കട്ടെ. Debate with Dr. Arun Kumar.